റസൂലുഹു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളയും റസൂലും പറയാത്തൊരു സംഗതി അള്ളാന്റെ സിഫത്തിന്റെ കാര്യത്തിൽ പറയുന്നതിന് നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. ചോദിക്കട്ടെ മൗലവിമാരെ, അള്ളാന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അള്ളയും റസൂലും പറയുന്നതിൽ കാവൽ ചോദിക്കുകയല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഒന്നുകൂടി ചോദിക്കട്ടെ, ഫതഫ്സീറുഹു ഖിറാഅത്തുഹു, അത് ഓതൽ തന്നെയാണ് അതിന്റെ തഫ്സീർ എന്നല്ലേ പറഞ്ഞത്? പിന്നെ നിങ്ങൾ ഖുർആൻ അങ്ങനെ മനസ്സിലാകുന്നു ഇങ്ങനെ മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ട് കളിക്കുകയല്ലേ? അള്ളാഹിന്റെ സിഫത്ത് മാറ്റിമറിക്കുകയല്ലേ? ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരല്ലേ? എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബിൽ പിൽക്കാലത്താരോ കടത്തിക്കൂട്ടിയ ചില ഉദ്ധരണികൾ വായിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ മൗലവി ശ്രമിച്ചത്? ഇനി ഒന്നുകൂടി മൗലവിന്റെ ഒരു വിവരക്കേടും കൂടി ഞാൻ പറയട്ടെ. മൗലവി വായിക്കുകയാണ്, ഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇദാ ഖാല ജഹ്മി, അവൻ നിന്നോട് പറഞ്ഞാൽ അന കാഫിറും ബിറബ്ബിൻ യൻസിലു, അതെ ഇറങ്ങുന്ന റബ്ബിനെ കൊണ്ട് ഞാൻ അവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഫഖുൽ ലഹു, നീ അവനോട് പറയണം. എന്താ പറയണ്ടേ? അന മുഅ്മിനും ബിറബ്ബി യൻസിലു എന്ന് പറയണമെന്നാ പറഞ്ഞേ. അങ്ങനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയാൻ നമുക്ക് അധികാരമില്ല. ഹദീസിൽ വന്ന് അങ്ങനെ തന്നെ പറയാന്നല്ലാതെ, ഖുർആനിൽ വന്ന് അങ്ങനെ തന്നെ പറയാന്നല്ലാതെ നമ്മളെ വകയിൽ അന മുഅ്മിനും ബിറബ്ബിയും യൻസിലു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് മഹാനവറുകൾ എന്താ പറഞ്ഞത്? ഫഖുൽ ലഹു അന മുഅ്മിനും ബിറബ്ബിൻ യഫ്അലു മാ യശാഉ, ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്നേ നീ പറയാവൂ. നീ തിരിച്ച് അന മുഅ്മിനും ബിറബ്ബിൻ യൻസിലു എന്ന് പറയരുത് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പറഞ്ഞു. മൗലവി അതെന്തിനാ ഉദ്ധരിച്ചത്? റബ്ബി യൻസിലു എന്ന് നമ്മളെ വകയിൽ പറയാന്നുള്ളതിനകത്ത് തെളിവ് ഉദ്ധരിച്ചത്. മൗലവിയുടെ വിവരക്കേടാണ് കേട്ടോ. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതിനും ഉത്തരവാദിയല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദരന്മാർ ചിന്തിക്കണം. ഇമാം നവവി പറയുകയാണ്, യൻസിലു റബ്ബുനാ തബാറക വതആല ഫീ കുല്ലി ലൈലത്തിൻ ഹീന യബ്ഖാ മിൻ സുലുസിൽ ലൈലിൽ ആഖിർ يقول من يدعو فاستجيب له من يسألني فأعطيه من يستغفرني فاغفر له رواه البخاري ومسلم. മുജാഹിദിന്റെ സ്റ്റേജുകളായ സ്റ്റേജുകളിലൊക്കെ ഇപ്പൊ നിങ്ങൾ കേൾക്കാറില്ലേ, അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടോ ഹദീസ്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, وفي هذا الحديث وشبهه من أحاديث الصفات وآياتها مذهبان مشهوران. ഇത്തരം ഹദീസുകളിലും ആയത്തുകളിലും രണ്ട് മദ്ഹബാണ് പണ്ഡിതന്മാർക്ക്. ഒന്ന് തഅ്വീലുഹു അലാ മാ യലീഖു ബിസിഫാത്തില്ലാഹി സുബ്ഹാനഹു വതആല വതൻസീഹുഹു അനിൽ ഇന്തിഖാലി വസായിരി സിഫാത്തിൽ മുഹദ്ദസി. അതെ, അല്ലാഹുവിന് സൃഷ്ടികൾക്കുള്ള സവിശേഷതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന നിലക്കും അള്ളാഹ് നീങ്ങുന്നില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന നിലക്കും ഈ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കലാണ് ഒരു മദ്ഹബ്. വഹാദാ ഹുവൽ അശ്ഹറു ഇൻദൽ മുതകല്ലിമീന, അഖീദ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം ഇതാണ്. വസ്സാനി, രണ്ടാമത്തെ അഭിപ്രായം, അൽ ഇംസാകു അൻ തഅ്വീലിഹാ, അതിന് ഒരു വ്യാഖ്യാനവും പറയാതിരിക്കലാണ്. മഅഇതിഖാദി തൻസീഹില്ലാഹി സുബ്ഹാനഹു വ സിഫാത്തിൽ മുഹദ്ദസി, സൃഷ്ടികൾക്കുള്ള ഒരു വിശേഷണവും അള്ളാഹുവിന് ഇല്ല എന്ന പരിശുദ്ധതയെ വിശ്വസിക്കലോടുകൂടെ ലിഖൗലിഹി തആല, അങ്ങനെ വിശ്വസിക്കാൻ കാരണം അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹനെ പോലെ ഒരാളും ഇല്ലെന്നും ഒരു വസ്തുവില്ലെന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. വഹാദാ മദ്ഹബുസ് സലഫി, ഇതാണ് പൂർവകാല പണ്ഡിതന്മാരുടെ മദ്ഹബ്. വജമാഅത്തിൻ മിനൽ മുതകല്ലിമീന, അഖീദ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും ഇതേ അഭിപ്രായക്കാരനാണ്. വഹാസിലുഹു, അതിന്റെ ആകത്തുക അൻയുഖാല, പറയപ്പെടലാണ്. ലാ നഅലമുൽ മുറാദ ബിഹാദാ, ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള ഉദ്ദേശം നമുക്കറിയില്ല. വലാകിൻ നുഅ്മിനു ബിഹി, പക്ഷേ ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മഅഇതിഖാദിന, നമ്മൾ വിശ്വസിക്കുന്നതോടുകൂടെ അന്ന ളാഹിറഹു ഗൈറു മുറാദിൻ, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, അതിന്റെ പ്രകടമായ അർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബില്ലാഹി തആല, അതിന് അല്ലാഹുവോട് യോജിച്ച ഒരു അർത്ഥം ഉണ്ട്, അത് നമുക്കറിയില്ല എന്ന് പറയലാണ് സലഫിന്റെ മാർഗമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിന്റെ 3-ാം വാല്യം 382-ാമത്തെ പേജിലും രേഖപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് മുമ്പ് കാലത്ത് മുജാഹിദുകളും പറഞ്ഞത്. സഹോദരന്മാരെ, പക്ഷേ വേറെ ചില ബലവൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും
അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന KNM പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹു ആകാശത്തിലാണെന്നും അവൻ അർശിൽ ഇരിക്കുകയാണെന്നുമുള്ള ളാഹിരിയാക്കളുടെയും ഹംബലിയാക്കളുടെയും തെറ്റാണ്, അത് അവരെ വെച്ച് കിട്ടിയതാണ് ഹംബലിയാക്കളുടെ പേരിൽ. ഹംബലിയാക്കളുടെയും അഭിപ്രായവും അള്ളാഹു ഒരു സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുക എന്ന അവസ്ഥയിൽ നിന്ന് അവൻ പരിശുദ്ധനാണെന്നുള്ള ജഹ്മിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും അഹ്ലുസ് സുന്നത്താണെന്ന് പറയുന്ന അശ്അരിയാക്കൾ, മാതുരിദിയാക്കൾ മുതലായവരുടെയും അഭിപ്രായവും ഇവ രണ്ടും ശരീഅത്തിന്റെ അതിനപ്പുറമുള്ളതാണെന്നുള്ളതിൽ സമമാണ്. അള്ളാഹുവിന് ശരീരമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട് എന്നുള്ള മുജസ്സിമിയാക്കളുടെ അഭിപ്രായവും അവൻ ശരീരമുള്ളവനല്ല, ജൗഹറല്ല, അറവല്ല, ആകൃതിയുള്ളവനല്ല, രൂപമുള്ളവനല്ല എന്നുള്ള മുഅ്തസിലിയാക്കളുടെയും അശ്അരിയാക്കളുടെയും മാതുരിദിയാക്കളുടെയും അഭിപ്രായവും കിതാബിലും സുന്നത്തിലും വ്യക്തമായ തെളിവില്ലാത്തതാകുന്നു. നമ്മളെയും അവർ തള്ളിയിട്ടുണ്ടെങ്കിലും അവർ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്, മുഖമുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്, കാലുണ്ടെന്ന വാദം, ശരീരമുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്. അള്ളാഹ് അർശിന്റെ മുകളിലാണെന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണ് എന്ന് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത് പൊളിച്ചെഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 1990 ജനുവരിയിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്ന ആ ആശയം 2004 ആകുമ്പോഴേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ അള്ളാഹ് ഒരു സ്ഥലത്ത് പ്രത്യേകം ഇരിക്കുകയാണ്, പാതിരക്ക് ഇറങ്ങി വരികയാണ്, പോവുകയാണ്, വരികയാണ്. ഇതാണ് പൊളിച്ചെഴുത്ത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൗരോഹിത്യം പൊളിച്ചെഴുതുന്നു എന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ പൊളിച്ചെഴുതിയത്. അവരുടെ മുൻഗാമികളായ മൗലവിമാർ എഴുതി വെച്ചത് പൊളിച്ചെഴുതുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആലാക്ക് അവയവങ്ങളുണ്ട്, ശരീരമുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, സ്ഥലമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരെ പറ്റി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരെ പറ്റി പറയുന്ന വാചകം കണ്ടോ? ഫൈൻ ഖതറ ബിബാലിഹി, ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ അന്നല്ലാഹ ജിസ്മുൻ മുറക്കബുൻ, അല്ലാഹു മിൻ അദാഇൻ, കുറെ അവയവങ്ങളാലുള്ള ഒരു തടിയാണ് അല്ലാഹു എന്ന് വല്ലവന്റെയും മനസ്സിൽ വന്നാൽ ഫഹുവ ആബിദു സനമിൻ, അവൻ ബിംബാരാധകനാണ് കേട്ടോ. ഫഇന്ന കുല്ല ജിസ്മിൻ ഫഹുവ മഖ്ലൂഖുൻ, എന്തുകൊണ്ട് ഏത് ശരീരവും സൃഷ്ടിയാണ്. വഇബാദത്തുൽ മഖ്ലൂഖി കുഫ്റുൻ, സൃഷ്ടിയെ ഇബാദത്തെടുക്കൽ കുഫറാണ്. വഇബാദത്തുസ് സനമി കാനത്ത് കുഫറൻ, വിഗ്രഹാരാധന കുഫറായി. ലിഅന്നഹു മഖ്ലൂഖുൻ, വിഗ്രഹം സൃഷ്ടിയായതുകൊണ്ടാണ്. വകാന മഖ്ലൂഖൻ, എന്തുകൊണ്ടാണ് വിഗ്രഹം സൃഷ്ടിയായത്? ലിഅന്നഹു ജിസ്മുൻ, അതൊരു ശരീരമായതുകൊണ്ടാണ്. ഫമൻ അബദ ജിസ്മൻ, അപ്പോൾ ഒരു ശരീരത്തെ വല്ലവനും ഇബാദത്തെടുത്താൽ ഫഹുവ കാഫിറുൻ ബിഇജ്മാഇൽ അയിമ്മത്തി സലഫി മിൻഹും വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർക്ക് തർക്കമില്ലാതെ ഒരു തടിയെ ഇബാദത്തെടുക്കുന്നവൻ കാഫിറാണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇൽജാമുൽ അവാം എന്ന കിതാബിൽ അതാ അതിന്റെ 55-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു തമാശയല്ല, ഇത് കൊള്ളിക്കേകിന്റെ കച്ചവടമല്ല, ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അതാ മുഹമ്മദ് അമാനി മൗലവിയും അതേ KM മൗലവിയും അതുപോലെ വക്കം മൗലവിയും ഒക്കെ അല്ലാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കരുത്. അല്ലാഹ് കയ്യും കാലും കണ്ണും മൂക്കുമുണ്ടെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ മൗലവിമാര് അത് പൊളിച്ചെഴുതിയിട്ട് പടച്ചവൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, അർശിന്റെ മുകളിൽ ഉപവിഷ്ടനായി ഇരിക്കുന്നു, പടച്ചവൻ കയറുന്നു, ഇറങ്ങുന്നു, കയ്യും കാലുമുണ്ടെന്നൊക്കെയല്ലേ പരസ്യമായി എഴുതി വെക്കുന്നത്. ഈ പൊളിച്ചെഴുത്ത് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ
പൊളിച്ചെഴുത്ത് നിങ്ങൾ അംഗീകരിച്ചിട്ട് നിങ്ങളെ ഈമാൻ തെറ്റിപ്പോയാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിങ്ങൾ കുഫറിലേക്ക് നീങ്ങിപ്പോയാൽ പാരത്രിക ലോകത്ത് വെച്ച് യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്നെങ്കിൽ നന്നായിരുന്നു.